നമ്മൾ പോകുന്നത് ഏവരും നോക്കുന്ന വടകര മണ്ഡലത്തിലേക്കാണ്. എം.എസ്. അനീഷ് കുമാറാണ് അവിടെ നിന്നും ചേരുന്നത്. അനീഷ്, ഏറ്റവും വലിയ ആവേശകരമായിട്ടുള്ള പ്രചാരണം നടന്ന മത്സരം നടന്ന ഒരു മണ്ഡലമാണ് വടകര. LDFന്റെ ആയിക്കോട്ടെ UDFന്റെ ആയിക്കോട്ടെ ഒരു ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയുന്ന നേതാക്കന്മാർ, അത്തരത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന നേതാക്കന്മാർ ഏറ്റുമുട്ടിയ ഒരു സ്ഥലമാണ്. അത്തരത്തിൽ ആവേശോജ്വലമായിരുന്നു അവിടുത്തെ ഓരോ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ എല്ലാവരുടെയും കണ്ണ് കേരളം ഒന്നാകെ ഉറ്റുനോക്കിയിരുന്ന ഒരു സ്ഥലം. പക്ഷേ ഈ പോളിംഗ് ശതമാനം വന്നു കഴിഞ്ഞപ്പോൾ അത്തരത്തിൽ ആവേശകരമായിട്ടുള്ള ഒരു പോളിംഗ് അവിടെ നടന്നില്ല എന്നുള്ള ഒരു വാസ്തവം അതെല്ലാവരെയും ഞെട്ടിപ്പിച്ച കാര്യമാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ, മണിക്കൂറുകളോളം ആളുകൾ ക്യൂ നിന്നു, ജനം വലഞ്ഞു എന്നുള്ളത്. അർദ്ധരാത്രി വരെ അവിടെ പോളിംഗ് കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് തന്നെ പറയാം. അത്രത്തോളം ആളുകൾ നിന്ന് വലഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അവർക്കൊപ്പം അനീഷും അത്തരത്തിൽ രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു വടകരയിലെ പോളിംഗ്, അനീഷ്? തീർച്ചയായും വളരെ ആവേശം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് കാലമായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആവേശവും ആൾക്കൂട്ടവും എല്ലാം കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കുന്ന ഒരു വോട്ടെടുപ്പ് ദിനം ആയിരുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ആകെ വോട്ടിംഗ് ശതമാനം 77.66%. എന്നാൽ കഴിഞ്ഞ വർഷം ഇത് 82.70%. കൃത്യം പറഞ്ഞാൽ 5% വോട്ടിംഗ് ആണ് മണ്ഡലത്തിൽ കുറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇടത് സ്വാധീന മേഖലകളായ തലശ്ശേരി, കൂത്തുപറമ്പ് എന്നിവയിലൊക്കെയാണ് പ്രാഥമിക കണക്കുകൾ വന്നപ്പോൾ കൂടുതൽ വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നത്. എന്നാൽ അത് അവസാനിക്കുമ്പോൾ 76.1%, കൂത്തുപറമ്പിൽ 76.31%. ഈ തലശ്ശേരിയിലും കൂത്തുപറമ്പിലും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ താഴെ പോയിരുന്ന വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര മേഖലകൾ പിന്നീട് വലിയ തോതിൽ മാറ്റം വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഏതാണ്ട് 79, 77, 77, 76, 76% ബൂത്തുകളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായി. കാരണം ഈ മണ്ഡലങ്ങളിലെ പോളിംഗ് ഈ രാത്രി വരെയും നീണ്ട് ഏതാണ്ട് 11:45 അവസാന ബൂത്തിലെ വോട്ടെടുപ്പ് കഴിയുകയും ചെയ്തു. അത് കുറ്റ്യാടി മണ്ഡലത്തിലെ 141 ബൂത്തിൽ ഈ മുടുപ്പിലാവിൽ LP സ്കൂളിലാണ് അവസാനം വോട്ടെടുപ്പ് തീർന്നത്. 11:43 അവസാന വോട്ട് ചെയ്ത് അവിടെ ഇറങ്ങുകയും ചെയ്തത്. നമുക്കറിയാം, രാത്രി പല ബൂത്തുകളിലും വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ നിരയിൽ സ്ഥാനം പിടിച്ച് ടോക്കൺ ലഭിച്ചവരുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാവുന്നു. ചിലരെ ഒഴിവാക്കണം, ചിലരെ കൂട്ടിച്ചേർക്കണം എന്നൊക്കെ പറഞ്ഞ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വാക്കേറ്റവും വാഗ്വാദവും ഒക്കെ ഉണ്ടാവുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർ പോലും ഇടപെട്ടാണ് ഈ വോട്ടിംഗ് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. എന്തായാലും ആ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം വന്നത് അവസാന നിമിഷങ്ങളിൽ വലിയ അന്തരമുണ്ടായത് അതുകൊണ്ടാണ്. കാരണം ഏതാണ്ട് 10%-ലധികം വോട്ടർമാർ വരിയിൽ നിൽക്കുന്ന 6 മണിക്കും 7 മണിക്കും 8 മണിക്കും ഒക്കെ ശേഷം വരിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ സാങ്കേതികമായ ചില പിഴവുകളും വോട്ട് ചെയ്യുന്നതിലെ വലിയ കാലതാമസവുമാണ് ഇത്തരമൊരു ആശയക്കുഴപ്പത്തിനും ഇത്ര 12 മണി വരെ 11:43 വരെ വരി നിന്നും വോട്ട് ചെയ്യാൻ വോട്ടർമാർക്കൊരു ഇടവരുത്തിയതെന്നാണ് കണക്കൂട്ടൽ. എന്തായാലും ഇതൊക്കെ പറ്റിയൊക്കെയുള്ള വലിയ വിമർശനങ്ങളും പരാതികളും ഇതിനകം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും രണ്ട് മുന്നണികളും വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിൽ വെക്കുന്നുണ്ട്. കാരണം വോട്ടിംഗ് ശതമാനം കൂടിയത് കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയപ്പോൾ വലിയ വിജയം UDFന് നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും ഈ മണ്ഡലങ്ങളിൽ, എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കൃത്യമായ പ്രതീക്ഷ LDFനുണ്ട്. എന്നാൽ അവസാന നിമിഷങ്ങളിൽ UDFന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ വോട്ടിംഗ് ശതമാനത്തിൽ കൂടുതൽ വന്നു. പ്രത്യേകിച്ചും RB ഒക്കെ സജീവമായ വടകര പോലെയുള്ള മണ്ഡലങ്ങൾ, കുറ്റ്യാടി പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ മാറ്റം വന്നത്, നാദാപുരത്തും ഒക്കെ മാറ്റം വന്നത് തങ്ങൾക്ക് ഗുണകരമാവും എന്നൊരു പ്രതീക്ഷ UDFനുമുണ്ട്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായൊരു ഘടകമായി മാറാൻ പോകുന്ന ഒരുപക്ഷെ BJPയുടെ അസാന്നിധ്യമാവും. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ രണ്ട് മുന്നണികൾക്കും, ഇടതു മുന്നണിക്കും UDFനും ഒപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പ്രചരണ രംഗത്ത് BJP ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആവേശം പോളിംഗ് ദിനത്തിൽ BJPക്ക് ഒരിടത്തും ദൃശ്യമായില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. ഈ പോളിംഗ് ബൂത്തുകൾക്കകത്തിരിക്കാനുള്ള ഏജന്റുമാരെ പരിശോധിച്ചാലും പോളിംഗ് ബൂത്തിന് പുറത്ത് ഈ ജനങ്ങൾക്ക് സ്ലിപ്പ് വിതരണവും മറ്റുമൊക്കെ ചെയ്ത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഏജന്റുമാരെ പരിശോധിച്ചാലും അത്തരം ആളുകളുടെ അസാന്നിധ്യം കൃത്യമായി ഉണ്ടായിരുന്നു. 81,000 വോട്ടുകൾ വരെ BJP നേടിയിട്ടുള്ള മണ്ഡലമാണ് വടകര. പക്ഷേ അവിടെയാണ് ഈ പോളിംഗ് ദിനത്തിലെ
അസാന്നിധ്യം ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ വോട്ടുകളിൽ ഒരു ചോർച്ച ഉണ്ടാകുമോ എന്നതാണ് രണ്ട് മുന്നണികളും കൃത്യമായൊരു ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരണമെന്ന ആവശ്യപ്രകാരം UDF-ന് വോട്ടുകൾ അല്ലെങ്കിൽ BJPയുടെ അനുഭാഗികൾ വോട്ട് ചെയ്തോ അതോ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കണമെന്ന ആവശ്യത്തോടെ LDF-ന് അനുകൂലമായി ചെയ്തോ എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയം ഇരു മുന്നണികളും പ്രകടിപ്പിക്കുന്നു. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായ ചിത്രം തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ പോളിംഗ് ദിനത്തിലെ അവരുടെ അഭാവം അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ കോഴിക്കോട്